നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മതനേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഇബ്രാഹിം റൈസി ജയിച്ചെങ്കിലും അട്ടിമറി നടന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇറാനിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിലാണ് മതനേതൃത്വം. ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖൈനിയാണ് അവസാന വാക്ക്. റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ നടക്കുന്ന പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മതനേതാക്കൾക്ക് അഗ്നിപരീക്ഷയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പോളിംഗിൽ ഒരു സ്ഥാനാർത്ഥിക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. 6 പേർക്ക് മത്സരിക്കാൻ ഗാർഡിയൻ കൗൺസിൽ അനുമതി നൽകിയിരുന്നു. ഇതിൽ 5 പേരും മതനേതൃത്വവുമായി ഒട്ടിനിൽക്കുന്നവരും ഒരാൾ പരിഷ്കരണവാദിയും. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. മറ്റുള്ളവരെ പിന്തള്ളി കൂടുതൽ വോട്ട് ലഭിച്ചതാകട്ടെ പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാനും. ഇന്ത്യയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാനിലെ തെരഞ്ഞെടുപ്പ് രീതി. കൂടുതൽ വോട്ട് ലഭിച്ചാൽ മാത്രം ജയിക്കില്ല. രേഖപ്പെടുത്തിയ വോട്ടിന്റെ 50% നേടുകയും വേണം. കൂടുതൽ വോട്ട് കിട്ടിയ പെഷസ്കിയാന് 50% പിന്തുണ ലഭിച്ചില്ല. 42.4% വോട്ടാണ് കിട്ടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ സയ്യിദ് ജലീലിക്ക് 38.6% വോട്ടും. മത്സര രംഗത്തുണ്ടായിരുന്ന 6-ൽ 5 പേരും മതനേതാക്കളുമായി ചേർന്ന് പോകുന്നവരാണ്. വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് 2 പേർ പിന്മാറുകയും ജലീലിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബാക്കി 4 പേരാണ് ജനവിധി തേടിയത്. 3ഉം 4ഉം സ്ഥാനത്തെത്തിയവർ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജലീലിയെ പിന്തുണയ്ക്കാൻ അനുയായികളോട് അഭ്യർത്ഥിച്ചു. ഇതോടെ ജലീലിക്ക് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മതനേതൃത്വം. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് എന്നത് ഇറാനിലെ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്കുള്ള അവിശ്വാസം പ്രകടമാക്കുന്നതാണ്. 2-3 സ്ഥാനത്തുള്ളവർക്ക് ലഭിച്ച മൊത്തം വോട്ട് 12.8 ദശലക്ഷമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ റൈസിക്ക് മാത്രം 18 ദശലക്ഷം വോട്ട് കിട്ടിയിരുന്നു. 61 ദശലക്ഷം വോട്ടർമാരാണ് ഇറാനിലുള്ളത്. പകുതിയിൽ താഴെ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്, അതായത് 40%. 10 ലക്ഷത്തോളം വോട്ടുകൾ അസാധുവായി. 2021 തെരഞ്ഞെടുപ്പിൽ 49% പോളിംഗ്. അതേസമയം രണ്ടാം ഘട്ട പോളിംഗ് വരുന്ന വെള്ളിയാഴ്ചയാണ്. പെഷസ്കിയാൻ കൂടുതൽ വോട്ട് നേടിയാൽ മത നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകും. ആദ്യ 2 സ്ഥാനക്കാരാണ് ജൂലൈ 5 നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കുന്നത്. മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖാത്തമി, ഹസൻ റൂഹാനി എന്നിവരുടെ പിന്തുണ പെഷസ്കിയാനുണ്ട്. മാത്രമല്ല പരിഷ്കരണവാദികളുടെ സഖ്യവും ഇദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു. പെഷസ്കിയാനെ പിന്തുണച്ച് കൂടുതൽ പേർ വോട്ടെടുപ്പിൽ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണം. അമേരിക്കൻ ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ. സൈനികമായി മേഖലയിലെ കരുത്തരാണെങ്കിലും സാമ്പത്തികമായി ദുർബലരാണ്. ഉയർന്ന പണപ്പെരുപ്പം, അവശ്യവസ്തുക്കളുടെ വിലവർധന, ഇറാനിയൻ റിയാലിന്റെ മൂല്യശോഷണം എന്നിവയാണ് ഇറാൻ നേരിടുന്ന വെല്ലുവിളി. ഇതേ വേളയിൽ തന്നെ ഇസ്രായേലിനെതിരെ പരസ്യമായി ഇറാൻ കൊമ്പുകോർക്കുകയും ചെയ്യുന്നു. അമേരിക്കയുമായും യൂറോപ്പുമായും സഹകരിക്കരുതെന്ന നിലപാടുകാരനാണ് ജലീലി. എന്നാൽ അമേരിക്കയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് പെഷസ്കിയാൻ നിലപാടെടുക്കുന്നു. ഇറാനിലെ 2 രാഷ്ട്രീയ ധാരകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അടുത്ത വെള്ളിയാഴ്ച രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ നടക്കാൻ പോകുന്നത്. പെഷസ്കിയാൻ ജയിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന നിരീക്ഷണവുമുണ്ട്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിലാണ് ഇറാനിലെ മതനേതൃത്വം. എന്നാൽ പെഷസ്കിയാൻ അധികാരത്തിലെത്തിയാൽ അമേരിക്കൻ വിരുദ്ധതയ്ക്ക് മയം വരും.